നമസ്കാരം. CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാർത്തകൾ സൃഷ്ടിക്കുന്ന സംഭവമാണ്. ഓരോ CPM സമ്മേളനവുമായി ബന്ധപ്പെട്ട് ധാരാളം കഥകൾ പുറത്തിറങ്ങും. ആ കഥകൾ ഓരോന്നും പിന്നീട് മാഞ്ഞു പോകും. അവസാനം പാർട്ടി കൊണ്ടുവരുന്ന ഒരു കഥയായിരിക്കും അവസാനം പുറത്തു വരിക. എന്തായാലും ഇത്തവണ കൊല്ലം സംസ്ഥാന സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് പിണറായി വിജയൻ്റെ നെഞ്ചത്ത് വെച്ച് ഒരു ബോംബ് പൊട്ടിച്ചിട്ടുണ്ട് പഴയ കൊല്ലം ജില്ലാ സെക്രട്ടറി K ഗുരുദാസൻ. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഒരു ഏഷ്യാനെറ്റ് നൽകിയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്, മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇനി പിണറായി വിജയൻ തുടരുന്നത് ശരിയല്ല, ഇനിയൊരു അവസരം കൊടുക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിന് എല്ലാ അവസരവും കൊടുത്തു കഴിഞ്ഞു, അദ്ദേഹം മിടുക്കനായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു, കഴിവുള്ള മുഖ്യമന്ത്രിയായിരുന്നു, അദ്ദേഹം കേരളത്തിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകം, അദ്ദേഹം ഇനി തുടരുന്ന യാതൊരു അർത്ഥവുമില്ല എന്നുള്ളതാണ്. കൃത്യമായും പിണറായി വിജയൻ്റെ നെഞ്ചത്ത് വെച്ച് ബോംബ് പൊട്ടിക്കാന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെയാണ് K ഗുരുദാസ് ചെയ്തത്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, 3 മന്ത്രിമാർ മുഖ്യമന്ത്രിയാകാൻ പറ്റുള്ള 3 പേർ ഇപ്പോൾ തന്നെയുണ്ട്, 3 അല്ല 4 പേർ. ഒന്ന് നമ്മുടെ P രാജീവാണ്, നമ്മുടെ വ്യവസായ വകുപ്പിനെ കുളം തോണ്ടി അവസാനം കേരളത്തെ മുച്ചൂടും നശിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നിട്ടുള്ള P രാജീവ്. രണ്ടാമത്തെ പേര് KN ബാലഗോപാലാണ്, ധനകാര്യമന്ത്രി. ആ ധനകാര്യമന്ത്രിയുടെ വിശേഷത കൊണ്ട് നമുക്ക് 5.5 കോടിയുടെ കടത്തിലാണ് ഇപ്പോൾ കേരളം നിൽക്കുന്നത്. എങ്ങനെ പണം എടുക്കണം, എങ്ങനെ പണം കൊടുക്കണം എന്ന് കൃത്യമായി അറിയാത്തൊരു മന്ത്രി എങ്ങനെയോ ഒരു ധനകാര്യമന്ത്രിയുമായി അതോടുകൂടി തോമസ് ഐസക്ക് നശിപ്പിച്ച കേരളത്തെ ഒന്നുകൂടി നശിപ്പിച്ചു. മൂന്നാമത്തെ പേര് MP രാജേഷാണ്. പാലക്കാട് നിന്ന് തോറ്റ ശേഷം അദ്ദേഹം തൃത്താലയിൽ പോയി ജയിച്ചെങ്കിലും ഇപ്പോൾ മദ്യ വ്യവസായം തുടങ്ങാൻ വേണ്ടി ഓടി നടക്കുകയാണ് പാലക്കാട്. അങ്ങനെ ഒരാളെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ് ഗുരുദാസ് പറഞ്ഞത്. നാലാമതൊരാളെയും കൂടി പറഞ്ഞിട്ടുണ്ട്, MV ഗോവിന്ദൻ. ഇവരെല്ലാവരും മുഖ്യമന്ത്രിയാകാൻ യോഗ്യരായ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇനി പിണറായി വിജയൻ ആ സ്ഥാനത്ത് തുടരുന്നതിൽ അർത്ഥമില്ല. മാത്രമല്ല അദ്ദേഹത്തിന് വയസ്സായി, 19 വയസ്സായി, കണ്ണും കാതൊന്നും കേൾക്കില്ല, പിന്നെ രോഗങ്ങൾ മൂർച്ഛിച്ചു, അതുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കൃത്യമായിട്ട് അറിയാം, പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതാണ്. അതായത് മകളാണ് എല്ലാം നിശ്ചയിക്കുന്നത്, അടുത്ത മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസ് ആണ് എന്നുള്ള നിലയിലാണ് കാര്യങ്ങളെല്ലാം നീക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഗുരുദാസിൻ്റെ ഒരു വെടിക്കെട്ട് വെളിപ്പെടുത്തൽ. അതായത് കൊല്ലം ജില്ലാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു വെളിപ്പെടുത്തൽ. ആരാണ് ഈ ഗുരുദാസ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുമ്പ് കൊല്ലം ജില്ലാ സെക്രട്ടറി വർഷങ്ങളോളം പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം കൊല്ലത്ത് CPM-നെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവച്ചുള്ള ഒരാളാണ്, സൗമ്യശീലനാണ്, അതേപോലെ കാര്യക്ഷമതയോട് പ്രവർത്തിക്കുന്നതാണ്, ഇതിന് കളങ്കമില്ലാത്ത ഒരാളാണ്. അവസാനം മന്ത്രിയായി പിരിയുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല, പാർട്ടിക്കാരെല്ലാം കൂടെ കൂടിയിട്ട് ഒരു വീടുണ്ടാക്കി കൊടുത്ത് അങ്ങനെ സ്വാത്വികനായൊരു മനുഷ്യനാണ്. എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ഒരു 5 പൈസയുടെ തട്ടിപ്പ് അദ്ദേഹം നടത്തിയതായിട്ട് നമുക്ക് കാണാൻ ഇല്ല. എന്നാൽ വേറൊരു കാര്യമുണ്ട്, മുമ്പ് ക്രൈമിന് അദ്ദേഹവുമായിട്ടൊരു ബന്ധമുണ്ട്. അദ്ദേഹം വലിയ കുഴപ്പക്കാരനല്ല, ചില കുഴപ്പങ്ങൾ കാണിച്ചിരുന്നു. 2001 നിയമസഭാ ഇലക്ഷനിൽ വർക്കല കഹാർ ആണ് വർക്കലയിൽ നിന്ന് വിജയിച്ചത്. അതിന് കാരണം ക്രൈമായിരുന്നു. ക്രൈമിൻ്റെ ഏകദേശം 25,000-ഓളം കോപ്പികൾ വർക്കല മണ്ഡലത്തിലെ ഓരോ വീട്ടിലും എത്തി എന്നുള്ളതാണ് സത്യം. K ഗുരുദാസുമായി ബന്ധപ്പെട്ട വളരെ ഗുരുതരമായ ചില ആരോപണങ്ങളായിരുന്നു അത് പബ്ലിഷ് ചെയ്തിരുന്നത്. ആ പബ്ലിഷ് ചെയ്ത ആരോപണങ്ങൾ കൃത്യമായി ഏൽക്കേണ്ടടുത്ത് എത്തിപ്പെട്ടു, അത് വിജയിക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഓപ്പറേഷൻ നടത്തിയെന്നറിയാമോ? ഗുരുദാസിനെ പറ്റിയുള്ള ക്രൈമിൻ്റെ പ്രത്യേക ലക്കം ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് 2 ആഴ്ച മുമ്പ് തന്നെ വർക്കലയിൽ എത്തിച്ചിരുന്നു. പിന്നീട് ഓരോ ബൂത്ത് തലത്തിൽ എൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഓരോ ബൂത്ത് തലത്തിൽ എത്തിക്കാൻ നിർദ്ദേശം കൊടുത്തു. ആ ബൂത്ത് തലത്തിൽ വീടുകൾ തോറും എത്തിക്കാനുള്ള കാര്യം എത്തിച്ച ശേഷം 3 ദിവസം, ഇലക്ഷൻ്റെ 3 ദിവസം മുമ്പ് വീടുകൾ തോറും വിതരണം ചെയ്യണമെന്നായിരുന്നു എൻ്റെ നിർദ്ദേശം. അത് കൃത്യമായി പാലിച്ചു. അത് കഴിഞ്ഞ് എല്ലായിടത്തും എത്തിയെന്ന് കണ്ടാൽ, 3-ാമത്തെ ദിവസം എല്ലാവരുടെ വീടുകളിലും കോപ്പി എത്തിയെന്ന് കണ്ടാൽ ഒരു കോപ്പി കുറച്ച് കോപ്പികൾ CPM-കാരെ കൊണ്ട് ഗുരുദാസിൻ്റെ എതിരാളികളായ ചില CPM-കാരുണ്ട്, അവരെ കണ്ടെത്തി അവരോട് കത്തിക്കണം എന്ന് പറഞ്ഞു. അവർ കൃത്യമായി കത്തിച്ചു, അതോടെ വിവാദമായി. ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ K ഗുരുദാസിനോട് എനിക്ക് ഭയങ്കര താല്പര്യമൊക്കെയായിരുന്നു. VS അച്യുതാനന്ദൻ വലങ്കയ്യായിരുന്നു, വലിയ കുഴപ്പക്കാരനല്ല, എന്നിരുന്നാലും ചില കുഴപ്പങ്ങളുണ്ടായിരുന്നു. ആ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യമായിരുന്നു. കാരണം 1996-99 എന്നെ കള്ളക്കേസിൽ കുടുക്കി അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുന്നത് K നായരുടെ ഭരണകാലത്ത്. എന്നെ അർദ്ധരാത്രി ജയിലിൽ വെച്ച് കൊല്ലാനുള്ള പ്ലാനായിരുന്നു P ശശിയുടേത്.
അന്ന് പാർട്ടി അനങ്ങിയില്ല. ഇങ്ങനെയൊരു കാര്യം വന്നപ്പോൾ, കള്ളക്കേസ് എടുത്തപ്പോൾ ഐസ്ക്രീം പാർലർ അട്ടിമറിക്കുന്നതിന് ഭാഗമായി ഞാൻ തുടർച്ചയായി വാർത്ത ചെയ്യുകയും അത് 1 കോടി രൂപ പി ശശി പണം വാങ്ങിയിട്ടാണ് കേസ് അട്ടിമറിച്ചതെന്നുള്ള വാർത്തകൾ പുറത്തുവിടുകയും അതിൽ പിണറായി വിജയന് പങ്കുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തുവിടുകയും ചെയ്തതിനെ തുടർന്നാണ് എന്നെ കള്ളക്കേസിൽ കുടുക്കി അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. എന്നാൽ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല. മാത്രമല്ല, ഒരു ദിവസം ജയിൽ കടന്നു, പിറ്റേ ദിവസം തന്നെ ഞാൻ കൂളായി ഇറങ്ങിപ്പോന്ന് ഉണ്ടായ സംഭവങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു. ആ സമയത്ത് നിയമസഭാ സ്പീക്കറായിരുന്നു നമ്മുടെ വിജയകുമാർ. അപ്പോൾ എൻ്റെ ലക്ഷ്യം 3 സീറ്റായിരുന്നു. CPMൻ്റെ 3 സീറ്റുകൾ വീതം ഒരു ജില്ലയിൽ ഇല്ലാതാക്കുകയാക്കിയാൽ UDF അധികാരത്തിൽ വരാം. UDF അധികാരത്തിൽ വരുന്നതിലുപരി CPM ഇടതുപക്ഷ മുന്നണി തോൽക്കണം. എന്നെ കള്ളക്കേസിൽ കുടുക്കിയ അന്നത്തെ EK നായനാർ മന്ത്രിസഭയ്ക്ക് ശേഷം തുടർന്ന് CPM അധികാരത്തിൽ വരാൻ പാടില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിന് തെരഞ്ഞെടുപ്പിച്ച മാർക്സിസ്റ്റ് പാർട്ടി മാത്രം വിജയിക്കുന്ന സീറ്റുകളുണ്ട്, അല്ലെങ്കിൽ തോൽപ്പിക്കാൻ പറ്റാത്ത സീറ്റുകൾ 3 സീറ്റാണ്. ആറ്റിങ്ങലും അതേപോലെ ഇവിടെയും, അതായത് വർക്കലയും, അതേപോലെ നമ്മുടെ തിരുവനന്തപുരം നോർത്തും. തിരുവനന്തപുരം നോർത്തിൽ ഞാൻ കണ്ടുപിടിച്ച കാര്യം എന്ന് പറയുന്നത് സ്പീക്കർ വിജയകുമാർ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റാത്ത അത്രയും അങ്ങേർക്ക് നല്ല പേരായിരുന്നു. DYFൻ്റെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. പിന്നീട് അദ്ദേഹം വളരെ മാന്യനായ ഒരാളായിട്ടാണ് അറിയപ്പെട്ടത്. പക്ഷേ നിയമസഭാ മന്ദിരം ഉണ്ടാക്കിയപ്പം അദ്ദേഹം സ്പീക്കറായിരുന്ന സമയത്ത് ഇൻറ്റീരിയർ ഡെക്കറേഷൻ്റെ പേരിൽ 16 കോടി രൂപയുടെ അഴിമതി നടത്തി. അഴിമതി എന്ന് പറഞ്ഞാൽ ടെൻഡറൊന്നും വിളിക്കാതെ ഇഷ്ടപ്രകാരം കരാറ് കൊടുത്തു. അതിലൂടെ കോടികൾ തട്ടിയെടുത്തു എന്നുള്ള കൃത്യമായുള്ള തെളിവുകൾ ഞാൻ കണ്ടെത്തുകയും അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അത് തിരുവനന്തപുരത്ത് ഇതേപോലെ തന്നെ തിരുവനന്തപുരം നോർത്ത് മണ്ഡലത്തിൽ മോഹൻകുമാർ ആയിരുന്നു സ്ഥാനാർത്ഥി. അദ്ദേഹം അവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹവുമായി ചേർന്നുകൊണ്ട് അവിടെ എല്ലാ വീടുകളിലും ഇതേപോലെ ഒരു ഓപ്പറേഷൻ നടത്തി കൃത്യമായി ഇത് ഏറ്റു. അവസാനം സ്പീക്കർ വിജയകുമാർ പത്രസമ്മേളനം നടത്തി. അവിടെ കുറച്ച് ആളുകളുടെ കോപ്പി കത്തിച്ചു, വിവാദമായി. അപ്പോൾ ഞാൻ സ്പീക്കർ വിജയകുമാർ പത്രസമ്മേളനം നടത്തി. എന്നെപ്പറ്റി കള്ള ആരോപണമാണ് വന്നത്. ഞാൻ പറഞ്ഞു അല്ല. ഉടൻ തന്നെ കോഴിക്കോട് ഞാൻ പത്രസമ്മേളനം നടത്തി. അല്ല, ഇത് സത്യസന്ധമായ വാർത്തയാണ്. നിയമസഭാ മന്ദിരത്തിൻ്റെ ഇൻറ്റീരിയർ ഡെക്കറേഷന് 16 കോടി രൂപ ചെലവഴിച്ചത് തട്ടിപ്പാണ്. അതിൽ വലിയ പങ്കുണ്ട് CPMനും അതേപോലെ വിജയകുമാറും എന്നുള്ള കൃത്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ രേഖകൾ കാണിച്ചുകൊണ്ട് പത്രസമ്മേളനം കോഴിക്കോട് നടത്തി. അവിടെ തോറ്റു. അങ്ങനെ കേരളത്തിൽ 25ഓളം സീറ്റുകൾ CPMൻ്റെ സീറ്റുകൾ അട്ടിമറിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അതിൽ പെട്ടതാണ് പാവം ഗുരുദാസനും. പിന്നീട് അദ്ദേഹം ആ ഇലക്ഷൻ കഴിഞ്ഞു. അടുത്ത ഇലക്ഷനിൽ അദ്ദേഹം വിജയിച്ചു. അങ്ങനെ അദ്ദേഹം മന്ത്രിയായി. അങ്ങനെ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്നു VS അച്യുതാനന്ദൻ്റെ ഭരണകാലത്ത്. ആ VS അച്യുതാനന്ദൻ്റെ ഭരണകാലത്ത് എക്സൈസ് മന്ത്രിയായിരുന്ന അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി നടത്തി എന്നുള്ള ആരോപണം എന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ക്രൈം പുറത്തുവിട്ട വാർത്തകൾ എന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. ആ ആളാണ് ഇപ്പോൾ പിണറായി വിജയനെക്കുറിച്ച് VSൻ്റെ വലങ്കയ്യായ അദ്ദേഹം. ഒരു സാത്വികനായ മനുഷ്യനാണെന്ന് എനിക്കറിയാമെങ്കിലും ചില കുഴപ്പങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതെന്താണെന്ന് ഇപ്പം ഞാൻ പറഞ്ഞ അദ്ദേഹത്തെ മോശപ്പെടുത്തുന്നത് ശരിയല്ല. അദ്ദേഹം എനിക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് പോലും അയച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആ ഇലക്ഷനിൽ അതുണ്ടായ തോൽവി അങ്ങനെയാണെങ്കിലും അദ്ദേഹം ഒരു ശരിക്കും മാന്യനായ ഒരാൾ. അദ്ദേഹം തുറന്നു പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയത്ത് പിണറായി വിജയൻ കൃത്യമായി വെച്ചടി പ്ലാൻ ചെയ്ത് BJPയെ പൈസ കൊടുത്തും അല്ലാതെയും സ്വാധീനിച്ച് പൂട്ടിയിട്ടു. ഇനി പാർട്ടിക്കുള്ളിലെ ഇങ്ങനെയുള്ള വിമതന്മാരെ ഒതുക്കുന്നതിലാണ് പിണറായി വിജയൻ ആനന്ദം കണ്ടെത്തുന്നത്. അവരെ പാർട്ടിയെയും ഭരണത്തെയും കയ്യിലെടുത്ത് അങ്ങനെ സ്വേച്ഛാധിപതിയായി വാണരുളാനുള്ള പിണറായിയുടെ തന്ത്രങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് കൃത്യമായി കൂടെ പാർട്ടിക്കൊപ്പം നിന്ന് സംസ്ഥാനം മുഴുവൻ പാർട്ടി അവിടെ പാർട്ടി സമ്മേളനം വീക്ഷിച്ച് അതിൽ ആരൊക്കെ കുഴപ്പക്കാരുണ്ട് അവരെയൊക്കെ വെട്ടിമാറ്റി തൻ്റെ കീഴിൽ നിൽക്കുന്ന താൻ പറഞ്ഞാൽ അനുസരിക്കുന്ന മാത്രം ആളുകളെ വെച്ച് മുന്നോട്ട് നീക്കാനുള്ള പരിപാടിയുമായിട്ട് പിണറായി വിജയൻ വരുമ്പോൾ അടുത്ത ഒരു ഇലക്ഷൻ നടന്ന് ഇടതുപക്ഷം വിജയിക്കുകയാണെങ്കിൽ പിണറായി വിജയൻ ആയിരിക്കും മുഖ്യമന്ത്രി ആയിരിക്കണമെന്ന് ഈ സംസ്ഥാന സമ്മേളനത്തെ കൊണ്ട് പറയിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പിണറായി വിജയൻ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഇടയിലാണ് ഗുരുദാസിൻ്റെ ഒരു ബോംബ് പൊട്ടിച്ചത്. നെഞ്ചത്ത് വെച്ച് ബോംബ് പൊട്ടിക്കാൻ. അതായത് പിണറായിൻ്റെ ആഗ്രഹം എന്താ, പിണറായി വിജയൻ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി ആയ ശേഷം ഉടൻ തന്നെ മുഹമ്മദ് റിയാസിന് അധികാരം കൈമാറുക. അതിന് കേരളത്തെ എങ്ങനെ പരിവപ്പെടുത്തിയെടുക്കാം, എങ്ങനെ വിജയിപ്പിക്കുന്ന തന്ത്രങ്ങൾ മെനയാമെന്നുള്ളതാണ് പിണറായി വിജയൻ ഈ പാർട്ടി സമ്മേളനത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആ സമയത്താണ് ഗുരുദാസൻ കൃത്യമായി ബോംബ് പൊട്ടിച്ചത്. ആ ബോംബ് പൊട്ടിച്ചത് ഏൽക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതാണ്. കാരണം പിണറായി വിജയനാണ്.
ഇനി വെള്ളം പോലും കൊടുക്കാൻ ഗുരുദാസിനൊരു വെള്ളം പോലും കിട്ടാത്തൊരവസ്ഥ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തെ എതിർത്തവരുടെ എല്ലാം ഗതി അങ്ങനെയാണ്. ഒരു സ്വേച്ഛാധിപതി എന്ന് പറഞ്ഞാൽ പക്ക ഒരു ഏകാധിപതി ആയ, ലോകത്തിൽ ഇങ്ങനെ ഒരു ഏകാധിപതി ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തു, ഭരണത്തെ ഹൈജാക്ക് ചെയ്തു, കോടാനുകോടി രൂപ ഉണ്ടാക്കി. എന്നിട്ട് അദ്ദേഹത്തെ തൊടാൻ ഇന്ത്യയിലെ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല, ഒരു കുറ്റാന്വേഷണ ഏജൻസിയും കഴിഞ്ഞില്ല. എന്തിന് ഞാൻ പുറത്തു കൊണ്ടുവന്ന ലാവ്ലിൻ കേസ് ഇപ്പോൾ എന്താണ് 8 വർഷമായിട്ട് സുപ്രീം കോടതിയിൽ കിടക്കുകയാണ്. അതുപോലും അതും അട്ടിമറിയാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ, കേന്ദ്ര CBIയുടെ സഹായത്തോടെ, അവിടുത്തെ സോളിസിറ്റർ ജനറലുടെ സഹായത്തോടെ എല്ലാം തന്നെ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവുകയാണ് അനന്തമായിട്ട്. എല്ലാ കേസുകളിലും പിണറായി വിജയനെ തൊടാതെ കൊണ്ടു കിടക്കുന്നത് എന്താ? സ്വപ്നങ്ങൾ കൊടുക്കുകയാണ് പിണറായി. ഇത്തവണ 20 സീറ്റ് കൊടുക്കാം, BJPക്ക് വിജയിപ്പിക്കാം, അടുത്ത തവണയുമ്പോഴേക്ക് BJP ഇവിടെ അധികാരത്തിലെത്തിക്കാനുള്ള വഴികളുണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഇത്തവണ പ്രാവർത്തികമാകുമോ ഇല്ലയോ എന്നൊക്കെ വേറെ പ്രശ്നം. എന്തായാലും പിണറായി വിജയൻ്റെ നെഞ്ചത്ത് ബോംബ് പൊട്ടിച്ചുകൊണ്ട് ഉള്ള ഒരു നീക്കം ഗുരുദാസിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു. അതിന് അദ്ദേഹം എന്തായാലും വലിയ തിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയം. വയസ്സാം കാലത്ത് പിണറായി വിജയൻ വെള്ളം പോലും കൊടുക്കാതെ അദ്ദേഹത്തെ കൊന്നുകളയും എന്നുള്ള കാര്യത്തിൽ സംശയം. അതാണ് മുമ്പ് സരോജിനി ബാലാനന്ദൻ ഉണ്ടായിട്ടുള്ള ബാലാനന്ദനെ ഏതൊക്കെ തരത്തിലാണ് പീഡിപ്പിച്ചുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഇറക്കി വിട്ടൊരു ചരിത്രം കൂടി പാർട്ടിക്കുണ്ട്. അങ്ങനെയുള്ള ബാലാനന്ദനാണ് ഈ ലാവ്ലിൻ കേസ് എനിക്ക് തന്നിട്ടുള്ളത്. അതേപോലെ ഗുരുദാസൻ ഇങ്ങനെയൊരു ബോംബ് പൊട്ടിച്ചതിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. അവസാനം പാർട്ടിയുടെ ഒരു പുതപ്പ് പോലും പുതപ്പിക്കാൻ പറ്റാതെ ഗുരുദാസൻ ഇവിടെ നിന്ന് സ്ഥലം വിടുമോ എന്ന് കൂടി നമ്മൾ കാത്തിരിക്കുന്നത് കാണാം. നന്ദി, നമസ്കാരം.